ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഫരീദാബാദ്, എറണാകുളം തല തിരിഞ്ഞ ദുശാഠ്യം. എറണാകുളത്തെ സമവായ വിഷവിത്ത് ഫരീദാബാദിൽ പൊട്ടിമുളച്ചിരിക്കുന്നു. ആ വിഷവിത്തിനെ വേരോടെ പിഴുതു കളയാൻ സത്യവിശ്വാസികൾ ഒന്നിച്ചിരിക്കുന്നു. അതാണ് ഫരീദാബാദിൽ സംഭവിക്കുന്നത്. ദൈവവിചാരം ഇല്ലാത്ത വൈദിക വൃത്തി, അത് തങ്ങൾക്ക് വേണ്ടെന്ന് സത്യവിശ്വാസികൾ. ഫരീദാബാദ്, എറണാകുളം വിമത ആളുകളുടെ, ദുശാഠ്യക്കാരുടെ തല തിരിഞ്ഞ ട്രെയിൻ സർവീസ് അത് ഞങ്ങൾക്ക് വേണ്ട, അത് അനുവദിക്കുകയില്ല എന്ന് തോമസ് ലിഹായുടെ മക്കള്. ഇത് വെറും 3/4 മിനിറ്റ് അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്ന പ്രശ്നമല്ല. കാര്യം നിസ്സാരമല്ല. ദൈവവിചാരമില്ലാത്ത മെത്രാന്മാരും വൈദികരും ഞങ്ങൾക്ക് വേണ്ട എന്ന സത്യവിശ്വാസികളുടെ നിലപാടാണ്, പ്രഖ്യാപനമാണ്. ഡോ പോളേട്ടാ, തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ? പാണ്ഡവർക്ക് പാതിരാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവസഭയിൽ പോയത്. 5 ഗ്രാമം 5 വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി. അപ്പോൾ ലവന്മാര് സൂചി കുത്താനിടം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ച് പറഞ്ഞത് പൂച്ചടാ പിള്ളേരെന്ന്. രാവണപ്രഭു എന്ന ചലനചിത്രത്തില് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമാണിത്. അത് കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, സൂചി കുത്തുവാനിടം ബദ പാണ്ഡവർക്ക് കൊടുത്തിടാ, സൂചി കുത്തുവാനിടം ബദ പാണ്ഡവർക്ക് കൊടുത്തിടാ. മഹാഭാരത യുദ്ധം ഇല്ലാതാക്കാൻ കൗരവന്മാരോട് കൃഷ്ണൻ ചോദിച്ച 5 ഗ്രാമങ്ങളിൽ ഒന്നാണ് ഫരീദാബാദ്. അന്ന് അതിന്റെ പേര് തിൽപ്രസ്ഥ. പിന്നീട് മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് ഫരീദ് 1607 ഇപ്പോഴത്തെ നഗരം സ്ഥാപിച്ചു. അപ്പോൾ മുതൽ അത് ഫരീദാബാദായി. തിൽപ്രസ്ഥ എന്നത് ഫരീദാബാദായി. ഹരിയാനയിലെ ഈ അതിരൂപതയില് 1.5 ലക്ഷത്തിന് മേൽ സീറോ മലബാർ സത്യവിശ്വാസികളുണ്ട്. 2012 ഇത് രൂപതയായത്, ഇപ്പോൾ അതിരൂപതയും. ഇന്നലെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അവിടെ നടക്കുന്ന സമരം വലിയ വാർത്തയായിരുന്നു. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം. സർവാധിപനാം കർത്താവെ, നിൻസ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ദിവ്യബലിക്കിടയിൽ ഈ പാട്ട് പാടുമ്പോൾ മധുബകയിലേക്ക് തിരിഞ്ഞ് ഈശോയെ നമിക്കുക, അതാണ് പതിവ്. അതിന് അവിടുത്തെ മെത്രാപ്പോലിത്തയും കുറെ വൈദികരും തയ്യാറല്ല. വൈദികരോട് മെത്രാപ്പോലിത്ത തന്നെ പറയുന്നു, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. 2021 മുതൽ ഈ അടുത്ത കാലം വരെ തിരിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ തലതിരിഞ്ഞു. തലതിരിയാന്റെ കാരണം എന്താണ്? എറണാകുളത്തെ സമവായം, ആ വിഷം അവിടേക്ക് എത്തി. എറണാകുളം ഫരീദാബാദ് ട്രെയിനിൽ കൊടുത്തു വിട്ടതായിരിക്കണം ഈ വിഷവിത്ത്. അതിപ്പോ അവിടെ സമയം വന്നപ്പോൾ അത് പൊട്ടി കിളർക്കാൻ തുടങ്ങി. എറണാകുളം സമവായം വിഷമാണെന്നും വിഷവിത്താണെന്നും ഞാൻ 1000 വട്ടം പറഞ്ഞു. അതുകൊണ്ട് ഈ ഇല്ലിസിറ്റ് കുർബാനയിൽ പങ്കെടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കുറച്ചു പേരെ കേട്ടുള്ളൂ, ബാക്കിയുള്ളവർ കേട്ടില്ല. ഇപ്പൊ എന്തായി? ആ വിഷം അങ്ങ് വടക്കേ ഇന്ത്യ വരെ എത്തി. ആ വിഷവിത്ത് അവിടെ കൊണ്ടുപോയി നട്ടു. ഇപ്പൊ വേര് മുളച്ച് പതുക്കെ പൊട്ടിക്കിളർത്ത് വരികയാണ്. ആ വിഷവിത്ത് പൊട്ടിമുളച്ച് വരുമ്പോൾ തന്നെ അവിടുത്തെ സത്യവിശ്വാസികള് പറഞ്ഞു, ഈ വിഷവിത്ത് ഇവിടെ വേണ്ട, ഈ വിഷക്കഷായം ഇവിടെ വേണ്ട. അതാണ് ഇപ്പോ ഈ ഫരീദാബാദ് അരമനയിൽ അരങ്ങേറിയത്. ഈ പ്രശ്നം നിസ്സാരമല്ല, ചെറിയ പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു.
ഇത് അവിടേക്കോ ഇവിടേക്ക് തിരിയുക എന്നുള്ളതാ അത് മാത്രമല്ല അതിന്റെ പ്രശ്നം വളരെ ആഴത്തിലുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51 മുതൽ 54 വരെ തിരുവചനങ്ങളിൽ മത്തായി 27, 53, 54 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാവൽ നിന്നിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ട് പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. യേശു മരിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച വിശുദ്ധരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടവരിൽ ഒരാളാണ്, ആ പ്രത്യക്ഷം കണ്ട ഒരാളാണ് മത്തായി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈശോ മരിക്കുന്നു, മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങുന്നു, പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ രക്ഷകനെ കാത്തിരുന്ന, മിശിഹായെ കാത്തിരുന്ന ആ ആളുകൾ ഉയർപ്പിക്കപ്പെടുന്നു. അവര് ഈ യേശുവിനെ, മിശിഹായ രക്ഷകനെ ഒരു ഗാനം ആലപിച്ച് സ്വാഗതം ചെയ്യുന്നു. മരിച്ചവർ ഉയർപ്പിക്കുന്നവനും സകലത്തിന്റെയും നാഥനുമായി ഈശോയെ സ്വാഗതം ചെയ്ത് ഗാനം ആലപിക്കുന്നു. ആ ഗാനമാണ് സർവാധിപനം കർത്താവ്യം തുടങ്ങുന്ന ഗാനം. സ്വാഗത ഗാനം, പ്രകാശഗീതം എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്, മതബഹഗീതം എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ദേവാലയവിരി തുറക്കുന്നു. അന്ന് സംഭവിച്ചതുപോലെ ആദം, ഹെനോക്ക്, നോഹ, അബ്രഹാം, മോശെ, ദാവീദ്, ഇങ്ങനെ സകല പഴയ നിയമത്തിലെ സകല വിശുദ്ധരോടും ചേർന്ന് നാം ഈശോയെ സ്വാഗതം ചെയ്ത് പാട്ടുപാടുകയാണ്. ഇതിനൊരു സവിശേഷത കൂടിയുണ്ട്. ഇത് നമ്മുടെ പൗരത്വ സഭയിൽ മാത്രം കാണുന്ന പ്രാർത്ഥനയാണ്, നമ്മുടെ തനത് ദൈവശാസ്ത്രം. മറ്റൊരു സഭയിലും കാണാത്ത ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാവരും ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ഈ മരിച്ചവർ ഉയർപ്പിക്കുന്ന, ദേവാലയ വിരി ഇങ്ങനെ തുറക്കുന്ന, സ്വർഗത്തിന്റെ വിരി തുറക്കുന്ന ആ മിശിഹായെ എതിരേറ്റ് നമ്മൾ നമിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഈശോയെ നമിക്കുമ്പോൾ അവിടെ ഇതാ ഒരാൾ ഇങ്ങനെ നമിക്കാണ്ട് നിൽക്കുന്നു. ആരാ? വൈദികൻ. ഏറ്റവും മുൻപ് നമിക്കേണ്ട ആള് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഈശോയെ നമിക്കേണ്ട, നിങ്ങൾ എന്നെ നമിച്ചാൽ മതി എന്നുള്ള മട്ടില്. ഇനി ആ വൈദികൻ ചിലപ്പോൾ നമിക്കുന്നത് ജനങ്ങളെ നോക്കിയിട്ട്. എന്തേ ഇങ്ങനെ സംഭവിക്കണേ? വിശ്വാസത്തിലും ആരാധനക്രമത്തിലും ആരാധനയിലൊക്കെ വിശ്വാസികൾക്ക് മാതൃകയും വഴികാട്ടിയും ഒക്കെ ആകേണ്ട, മാർഗനിർദ്ദേശകരാകേണ്ടവര് തല തിരിഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട്? പണ്ടൊക്കെ ആധാരമോ പ്രധാനപ്പെട്ട രേഖകളോ എഴുതുമ്പോൾ വൈദികരുടെ ജോലി എന്താന്ന് രേഖപ്പെടുത്തും. നമ്മളൊക്കെ എഴുതുമല്ലോ. അപ്പോൾ ദൈവവിചാരം എന്നാണ് എഴുതിയിരുന്നത്, ദൈവവിചാരം. പിന്നെ ഇപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. ദൈവവിചാരം ഇല്ല, ഇപ്പോ വൈദിക വൃത്തി എന്നാണ് എഴുതണേ. ദൈവവിചാരവും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതും ഒക്കെ സാത്താൻ കുരിശ് കണ്ടതുപോലെ ആയ വൈദികരായതുകൊണ്ടാകണം ഇപ്പോ ദൈവവിചാരം എന്ന് എഴുതാറില്ല, പകരം വൈദിക വൃത്തി എന്നാണ് എഴുതുന്നത്. അത് തന്നെ വൃത്തിയോടെ ചെയ്യാൻ പറ്റാത്തവരായി ഇന്നത്തെ വൈദികരിൽ കുറെ പേര്. ആ കുറെ പേരുടെ വൃത്തികെട്ട പരിപാടി കാരണം നല്ലവരും വിശുദ്ധരുമായ വൈദികരും മെത്രാന്മാരും അവമാനിക്കപ്പെടുകയാണ്. കുറച്ചു പേരുടെ ദുർവാശിയും അധികാര ഭ്രാന്തും കാരണം ക്രിസ്തീയ സമുദായമാകെ നാണം കെട്ട് നാറുകയാണ്. അപ്പൊ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചേ മതിയാകൂ. ഈശോയെ സ്വാഗതം ചെയ്ത് ഗാനം ആലപിക്കുമ്പോൾ ഈ വൈദികൻ അങ്ങോട്ട് തിരിഞ്ഞ് ഈശോയെ സ്വാഗതം ചെയ്യുക, അല്ലിപ്പോ എന്തത്ര കുഴപ്പം? അതല്ലേ ശരി? എല്ലാവരും മതബയിലേക്ക് നോക്കി ഈശോയെ നമിക്കുമ്പോൾ എന്റെ തിരുമോന്ത കണ്ടേ എന്ന് ഈ ജനങ്ങളോട് പറയുന്നത് ഒരു വൈദികനോ മെത്രാനോ ചേർന്ന പണിയാണോ? അങ്ങനെ എന്ത് സംതൃപ്തിയാണ് ഈ വൈദികനും മെത്രാനും കിട്ടുന്നത്? അങ്ങനെ തന്റെ തിരുമോന്ത കണ്ട് ഇങ്ങനെ എല്ലാവരും നമിക്കുന്നത് കാണുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകാൻ ഒരു നാർസിസിസ്റ്റ് ആണോ മെത്രാപ്പോലിത്തയും വൈദികരും? ആ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മരതി, സ്വന്തം ശരീരം കണ്ട് പ്രേമത്തിൽ വീഴുക, അതാണ് നാർസിസിസ്റ്റ്. അതാണോ മെത്രാപ്പോലിത്തയും ഈ വൈദികരും? അവരുടെ തിരുമോന്ത കണ്ട് ആളുകൾ അവരെ നമിക്കണമെന്ന് വിചാരിക്കുന്നത്? അത് വിഗ്രഹാരാധനയാണ്, ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതാണ്.
ഈ ജനങ്ങളെ നോക്കി അച്ഛനിങ്ങനെ നമിക്കുമ്പോൾ വൈദ്യന് കിട്ടുന്ന സംതൃപ്തി എന്താണ്? ആത്മരതി അല്ലേ? അതോ മനുഷ്യനാണ് ദൈവം, ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് എന്ന വികല ദൈവശാസ്ത്രമോ വൈരുദ്ധ്യാത്മക ഭൗതികവാദമോ ആണോ മെത്രാപ്പോലിത്തയെയും ഈ വൈദികരെയും നയിക്കുന്നത്? ഈ സത്യവിശ്വാസികളായ മനുഷ്യരെ ഒരു ദിവസമാണ് ജോലിക്കൊക്കെ പോയി, ഒരു ദിവസമാണ് അവർക്ക് ഒഴിവ് കിട്ടണേ. ആ മനുഷ്യരിങ്ങനെ ഇളക്കി വിട്ട് സത്യവിശ്വാസികളുടെ വിശ്വാസം നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ട് ഈ മെത്രാപ്പൊലിത്തയ്ക്കും വൈദികർക്കും എതിരാക്കിയിട്ട് അധികാരികൾ കിട്ടുന്ന എന്ത് നേട്ടമാണുള്ളത്, എന്ത് ലാഭമാണുള്ളത്, എന്ത് തൃപ്തിയാണുള്ളത്? ഇനിയിപ്പോ ഫരീദാബാദ് പോലെയുള്ള മിഷൻ പ്രദേശങ്ങളാണെങ്കിൽ ജനങ്ങളല്ലേ ആദ്യം അവിടെ പോയത്, അവരല്ലേ പ്രാർത്ഥന കൂട്ടായ്മകൾ തുടങ്ങിയത്, അവരല്ലേ വൈദികരെ വിളിച്ചുകൊണ്ടുപോയി കുർബാന ഇല്ലേ അർപ്പിച്ച് അവർക്ക് കിട്ടണമെന്ന് ദാഹിച്ചത്, പിന്നീടല്ലേ മെത്രാപ്പൊലിത്തയും മെത്രാനും രൂപതയ്ക്ക് ഉണ്ടായത്. അങ്ങനെ തങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി വൈദികരെയും മെത്രന്മാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവര് തന്നെ ജനങ്ങൾക്ക് എതിരാകുന്നത് എന്ത് മര്യാദയാണ്? ഒരു സാമാന്യ മര്യാദയെങ്കിലും ഇല്ലേ? പിന്നെ പറയുന്നൊരു സാങ്കേതികത്വമാണ്. അതായത് എഴുതിയിരിക്കുന്നത് കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖം. ആ ആദ്യ ഭാഗത്തെ ജനാഭിമുഖത്തിലാണ് ഈ ഈശോയെ നമിക്കുന്ന പ്രാർത്ഥനയും ദേവാലയം തുറക്കലൊക്കെ വരുന്നത്. അതുകൊണ്ട് ജനാഭിമുഖം എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ജനാഭിമുഖമായിട്ട് നിൽക്കും. കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, സാമാന്യ ബോധം, കോമൺ സെൻസ്. ആ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കുവോ? ജനങ്ങൾക്കുള്ള കോമൺ സെൻസിന്റെ ഒരു 100-ൽ 1 ഈ വൈദികർക്കും മെത്രാപ്പൊലിത്തയ്ക്കും വേണ്ടേ? ഈ ദൈവവിചാരം എന്നൊന്നുണ്ടെങ്കിൽ, ഈശോയെ നമിക്കാനുള്ള മോഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ സാങ്കേതികത്വം പറഞ്ഞ് തൂങ്ങിക്കിടക്കുവോ? പിന്നെ പറയുന്നത് ഇത് മെത്രാപ്പൊലിത്തയുടെ വിശേഷ അധികാരത്തിൽപ്പെട്ടതാണ്. അതെ, പക്ഷെ എന്തിനാണ് അധികാരം? സഭയുടെ ഒത്തൊരുമയ്ക്കും ഐക്യതയ്ക്കും വേണ്ടി ഉപയോഗിക്കാനോ അതോ ഇങ്ങനെ ആധിപത്യം ചൊലുത്താനോ? കർത്താവ് എന്താണ് അധികാരത്തെക്കുറിച്ച് പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 42 മുതൽ 45 വരെ യേശു അവരെ ശ്ലീഹന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു, വിജാതിയുടെ അധിപതികളായവർ അവരിൽ കർത്തൃത്വം പുലർത്തുന്നുവെന്നും അവരിൽ പ്രമാണികളായവർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. മനുഷ്യപത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മോചനദ്രവ്യമായി നൽകാനും അത്രേ. യേശു അവരെ ശ്ലീഹന്മാരെ അടുക്കൽ വിളിച്ച് പറഞ്ഞു. ആ ശ്ലീഹന്മാരുടെ പിൻഗാമികളാണ് ഈ മെത്രാന്മാര് കേട്ടോ. വിജാതികളുടെ ഇടയിൽ പോലെ നമ്മുടെ ഇടയിൽ പാടില്ല, അവരുടെ പ്രമാണികളെ പോലെ നമ്മുടെ ഇടയിൽ പാടില്ല. നിങ്ങളിൽ മഹാനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കട്ടെ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കട്ടെ. ഒന്നാമനാകേണ്ടെന്നോ മഹാനാകേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല, പ്രമാണിയാകേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല കർത്താവ്. പക്ഷെ അതിനുള്ളൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് വിശേഷ അധികാരമാണ്, നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറയുന്ന ആ ആധിപത്യ പ്രവണത, ഏകഛത്രാധിപത്യം, സ്വേച്ഛാധിപത്യം, ഫാസിസമാണത്. അത് പാടില്ല, കത്തോലിക്ക സഭയിൽ പാടില്ല എന്നാണ് ഈ സത്യവിശ്വാസികൾ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ അധികാരികളെയും വൈദികരെയും മെത്രാപ്പൊലിത്തയെയും ദൈവജനം ഓർമ്മപ്പെടുത്തേണ്ടി വരിക. എന്തൊരു കഷ്ടമാണിത്. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ മെത്രാന്മാർ അവർ അധികാരം കളഞ്ഞു കുളിക്കുകയാണ്. വൈദികർക്ക് ജനങ്ങളുടെ മേലൊരു ആത്മീയ ഗ്രിപ്പുണ്ടായിരുന്നു, ആത്മാവിനെ കൈകാര്യം ചെയ്യുന്നവർ എന്ന നിലയ്ക്ക് അത് അവർ കളഞ്ഞു കുളിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്ന് പറയില്ലേ. ഇതെല്ലാം കേട്ടിട്ട് മറ്റു മെത്രാന്മാരൊക്കെ മിണ്ടാതിരുന്നാൽ ഓർത്തോ, നിങ്ങൾക്കും അതിന്റെ ദോഷമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതിരുന്നാൽ നിങ്ങൾക്കത് കണ്ടകോടായിട്ട് വരും. നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങൾ മുറിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും. ഇത് പറയുന്ന എന്നെയോ ആ ജനങ്ങളെയോ മെക്കെട്ട് കയറി യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. ജനങ്ങൾ വിട്ടു തരില്ല, കാരണം അവരെ പരിശുദ്ധാത്മാവാണ് പ്രചോദിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ മർക്കടമുഷ്ടി കൊള്ളില്ലാട്ടോ. പുറപ്പാട് 32:9 33:3 ഒക്കെ പറയുന്നുണ്ട്. ഈ ദുഷാഠിക്കാരായ ജനം ഹീബ്രു ഭാഷയിലെ ഖിഷേ ഒരേഫ് എന്നാണ്. ഖിഷേ ഒരേഫ.
ഓരഫ് എന്ന വാക്കിന് കഴുത്ത്, കണ്ഠം എന്നാണ് അർത്ഥം. ഈ കഴുത്ത്. കിഷ എന്നതിന് കട്ടിയായ, കടുപ്പമുള്ള, ഉറച്ചുപോയ എന്നാണ്. ഇങ്ങനെ കഴുത്ത് ഉറച്ചുപോയി. ഇതിനാണ് ദുശാഠ്യക്കാരെന്ന് പറയണേ. അതായത് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റാത്ത വിധം ഉറച്ചുപോയി. ജനങ്ങളിലേക്ക് മാത്രമേ നോക്കൂ, അങ്ങനെ ഉറച്ചുപോയി. ദുശാഠ്യക്കാരെന്ന് പറഞ്ഞാൽ കണ്ഠം ഉറച്ചുപോയവർ, കഴുത്ത് ഉറച്ചുപോയവർ, കട്ടിയായി പോയവർ, ദൈവത്തെങ്കിലേക്ക് തിരിയാനായിട്ട് പറ്റാത്തവര്, ദൈവത്തെങ്കിലേക്ക് മുഖം തിരിക്കാനാകാതെ കണ്ഠം കഠിനമാക്കിയവർ, ബലം പിടിക്കുന്നവർ, ഇങ്ങനെയൊക്കെയാണ് ആക്ഷരികം. വഴങ്ങാത്ത പ്രകൃതമുള്ളവർ. അതെ, ദുഷിച്ച ശാഠ്യമാണ് ദുശാഠ്യം. ഈ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മെത്രാപ്പൊലിത്തമാരെ കുറിച്ചും വൈദികരെ കുറിച്ചും പറയാൻ ഇടവരരുത്. മെത്രാപ്പൊലിത്തയുടെയും വൈദികരുടെയും കഴുത്ത് ദൈവത്തിലേക്ക് തിരിക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെ ഉറച്ചു പോകരുത്. ജനങ്ങളാണ് ദൈവമെന്ന് തോന്നിപ്പോകരുത്. അത് വിഗ്രഹാരാധനയാണ്. ഇങ്ങനെയുള്ളവരുടെ കഴുത്ത് ദൈവത്തിലേക്ക് തിരിക്കാനാണ് നിരവധി ബലികൾ അർപ്പിക്കാനായിട്ട് പഴയ നിയമത്തിൽ ആവശ്യപ്പെട്ടത്. ഇല്ലേ, രാവിലെ ഒരു ബലി കർത്താവ് ഇങ്ങനെ നിർബന്ധിച്ച് തിരിക്കുകയാണ്. അതുപോലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ. ഇപ്പോ ആ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവജനത്തെയാണ്. മെത്രാപ്പൊലിത്തമാരുടെയും വൈദികരുടെയും കഴുത്ത് ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ കർത്താവ് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത് സീറോ മലബാർ സഭയിലെ തോമാസ് ലീഗയുടെ മക്കളായ സത്യവിശ്വാസികളെയാണ്. അവരത് ചെയ്യും. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, മെത്രാപ്പൊലിത്തമാരെ, വൈദികരെ, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ദുശാഠ്യം പിടിക്കുമ്പോൾ നിങ്ങളുടെ അധികാരം തന്നെയാണ് ആത്മാക്കളുടെ മേലുള്ള, ആത്മാരുടെ മേലുള്ള നിങ്ങൾക്ക് ഒരു ഗ്രിപ്പുണ്ട്, ഒരു ആത്മീയ ഗ്രിപ്പ്. മറ്റേ പറഞ്ഞ അധികാരത്തിന്റെ ഗ്രിപ്പ് അല്ല ഞാൻ പറയുന്നത്. ആ ഗ്രിപ്പ് നിങ്ങൾ നഷ്ടപ്പെടുത്തുക. ബഹുമാനം പോകുന്നത് മാത്രമൊന്നുമല്ല പ്രശ്നം. ബഹുമാനം പോണെങ്കിൽ പോട്ടെ, നിങ്ങൾ ആത്മാക്കളെ കൈകാര്യം ചെയ്യുന്നവരാണെന്നുള്ള ആ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് സഭയിൽ ഒരു വിലയുണ്ടാകില്ല. വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ വില കൽപ്പിക്കപ്പെടില്ല. ഇത് എറണാകുളത്ത് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു. നിങ്ങൾ എഴുതി സർക്കുലറുകളൊക്കെ അവർ കത്തിച്ചു കളഞ്ഞു. വില നടപടി നിങ്ങൾ എടുത്തോ? അത് ചവറ്റക്കൊട്ടയിൽ കൊണ്ടിട്ടു. നിങ്ങൾ വല്ല നടപടി എടുത്തോ? മാർപ്പാപ്പയെ അവർ അപമാനിച്ചതിന് കയ്യും കണക്കില്ല. നിങ്ങൾ വല്ല നടപടി എടുത്തോ? അവരുടെ സംഭവിച്ചത് എന്താ? നിങ്ങളുടെ അധികാരം തന്നെ ഇല്ലാണ്ടായി. പണ്ട് നിങ്ങളൊരു കൽപ്പനയിട്ട് അനുസരിച്ചിരുന്ന ജനം ഇപ്പോ അത് ഒന്നാമത്തില് നിങ്ങൾക്ക് വിവരക്കുറവും ജനങ്ങൾക്ക് വിവരം കൂടുതലായി. നിങ്ങൾക്ക് വിശ്വാസം കുറവും ജനങ്ങൾക്ക് വിശ്വാസം കൂടുതലായി. ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന നല്ലതാണോ? എന്തിനാണ് ഈ ദുശാഠ്യം പിടിച്ച് നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കണേ? കുറച്ചു കഴിയുമ്പോൾ ഇതിന്റെക്കാളും വില കെടും കേട്ടോ. ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ തീരുമാനിച്ചോളും, സഭാ നേതൃത്വമേ, ജനങ്ങൾ ബോധവാന്മാരാണ്. നിങ്ങൾക്ക് അവരെ അടിമകളാക്കി നിലനിർത്താൻ കഴിയില്ല. അവരെ പ്രചോദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ അവർ അടിച്ചമർത്താൻ നോക്കിയാലും നിങ്ങൾ തകരുകയല്ലാതെ അവർ തകരില്ല. കാരണം അവരെ പ്രചോദിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്, സത്യവിശ്വാസമാണ്. വിശ്വാസം എന്നത് ഒരു പോരാട്ടമാണെന്ന് പൗലോസ് പറഞ്ഞത് അക്ഷരശ ഏറ്റെടുത്തിരിക്കുന്നവരാണ് അൽമായ സത്യവിശ്വാസികൾ. അതുകൊണ്ട് ഫരീദാബാദിലെ സത്യവിശ്വാസികൾക്ക് എല്ലാ പിന്തുണയും പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്യുന്നു. എറണാകുളത്ത് വിഷവിത്ത് അവിടെ തന്നെ കരിച്ചു കളയുകയും പറിച്ചു കളയുകയും ചെയ്യുക. ആ വിഷവിത്ത് പൊട്ടിമുളയ്ക്കാനായിട്ട് ഫരീദാബാദിലോ മറ്റെവിടെയെങ്കിലോ അനുവദിക്കാതിരിക്കുക. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആത്മായ വിശ്വാസികൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഞങ്ങൾ പ്രാർത്ഥന കൊണ്ടും പിന്തുണ കൊണ്ടും എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.